പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകളിലായി മെയ് മാസത്തിൽ 100-ലധികം ഭീകരരെ വധിച്ചുകൊണ്ട് ഇന്ത്യ വൻ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടത്തി. വിജയകരമായ സൈനിക നടപടിയുടെ ഫലമായി ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റംസ്, ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ, പിനാക റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങൾക്ക് ലോകമെമ്പാടും നിന്ന് പ്രശംസകളുടെ കൂമ്പാരം ലഭിച്ചു. മാത്രമല്ല, അവയുടെ വൻ വിജയത്തിന്റെ ഫലമായി ഈ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്ക് ലോകമെമ്പാടും നിന്ന് ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ്. പിനാക റോക്കറ്റ് ലോഞ്ചറുകളെക്കുറിച്ചും ഈ ഇന്ത്യൻ പ്രതിരോധ ഇനം വാങ്ങാൻ ലക്ഷ്യമിടുന്ന രാജ്യങ്ങളെക്കുറിച്ചും നിങ്ങൾ അറിയേണ്ട വിശദാംശങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നു. പിനാക MBRL റോക്കറ്റ് ലോഞ്ചറുകൾക്കായി ഏതൊക്കെ രാജ്യങ്ങളാണ് അണിനിരക്കുന്നത്? പ്രശസ്ത മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം സൗദി അറേബ്യ, വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ പിനാക MBRL വാങ്ങുന്നതിൽ ഗൗരവമായ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 75 കിലോമീറ്റർ ദൂരപരിധിയുള്ള, സെക്കൻഡുകൾക്കുള്ളിൽ 12 റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഒരു നൂതന സാറ്റലൈറ്റ് ഗൈഡൻസ് സിസ്റ്റം, ബ്രഹ്മോസ് ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലുള്ള മറ്റ് പ്രതിരോധ ഉപകരണങ്ങൾക്കും ലോകമെമ്പാടും നിന്ന് വലിയ ഡിമാൻഡ് അനുഭവപ്പെടുന്നതിനാൽ ഇന്ത്യയുടെ പ്രതിരോധ അടിസ്ഥാന സൗകര്യ വളർച്ചയ്ക്ക് സഹായകമാകുന്ന സാഹചര്യത്തിലാണ് ഈ വികസനം. പിനാക റോക്കറ്റ് ലോഞ്ചറുകൾക്കുള്ള ലൈസൻസിംഗ് കരാറിൽ DRDO ഒപ്പുവെച്ചിരിക്കുകയാണ്. പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ MBRL, ബാറ്ററി കമാൻഡ് പോസ്റ്റ് BCP എന്നിവയ്ക്കായി NIBE ലിമിറ്റഡുമായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അടുത്തിടെ ഒരു ലൈസൻസിംഗ് കരാറിൽ ഒപ്പുവെച്ചു. തദ്ദേശീയ പ്രതിരോധ ഉപകരണങ്ങളുടെ വികസനത്തിനും നിർമ്മാണത്തിനുമുള്ള വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ കരാറിന്റെ ലക്ഷ്യം. സ്വദേശ പ്രതിരോധ ഉപകരണങ്ങളുടെ വികസനത്തിലും നിർമ്മാണത്തിലും വ്യാവസായിക അടിത്തറ മെച്ചപ്പെടുത്തുന്നതിനായി ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ARDE പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറിന്റെയും ബാറ്ററി കമാൻഡ് പോസ്റ്റിന്റെയും ലൈസൻസിംഗ് കരാറിൽ പൂനെയിലെ NIBE ലിമിറ്റഡുമായി DRDO ഒപ്പുവെച്ചു എന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ DRDO അറിയിക്കുന്നു. പിനാക MBRL റോക്കറ്റ് ലോഞ്ചറുകൾ എന്തൊക്കെയാണ്? ഉയർന്ന കൃത്യതയോടും വേഗത്തിലുമുള്ള പ്രതികരണത്തോടുകൂടി ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അത്യാധുനിക ഇൻഡയറക്റ്റ് ഫയർ വെപ്പൺ സിസ്റ്റമാണ് പിനാക MBRL. നിശ്ചലവും ചരിഞ്ഞതുമായ സ്ഥാനത്ത് നിന്ന് 12 റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സിസ്റ്റം വേഗത്തിലുള്ള വിന്യാസവും അസാധാരണമായ കൃത്യതയും വാഗ്ദാനം ചെയ്യുന്നു. ഇത് ടൈം സെൻസിറ്റീവും നിർണായകവുമായ ഭീഷണികൾക്കെതിരെ വളരെ ഫലപ്രദമാകുന്നു. ഒരു ഇൻഡയറക്റ്റ് ഫയർ വെപ്പൺ സിസ്റ്റം എന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയമുണ്ടായിരിക്കും. ഒരു ഇൻഡയറക്റ്റ് ഫയർ വെപ്പൺ സിസ്റ്റം എന്നത് ആ ആയുധത്തിന്റെ സ്ഥാനത്ത് നിന്ന് ദൃശ്യമാകാത്ത ഒരു ലക്ഷ്യത്തിലേക്ക് ഫയറിംഗ് നടത്തുന്ന ആയുധ സിസ്റ്റമാണ്. അതായത് നേരിട്ടുള്ള കാഴ്ചയില്ല, ലക്ഷ്യത്തിലേക്ക് നേരിട്ട് ലക്ഷ്യമിടുന്നതിന് പകരം പാതയുടെയും കോണുകളുടെയും കണക്കുകൂട്ടലുകൾ ഉപയോഗിച്ചാണ് ഈ ആയുധം ലക്ഷ്യമിടുന്നത്. പലപ്പോഴും ഒരു നിരീക്ഷകന്റെയോ ഫയർ ഡയറക്ഷൻ കേന്ദ്രത്തിൻ്റെയോ സഹായത്തോടെയാണ് ഈ ആയുധം കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് ഫയർ ചെയ്യുന്നത്. പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്താണ്? ഇന്ത്യൻ സൈന്യത്തിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ MBRL സംവിധാനമാണ് പിനാക. റഷ്യൻ നിർമ്മിത BM-21 ഗ്രാഡ് മൾട്ടി ബാരൽ റോക്കറ്റ് വിക്ഷേപണ സംവിധാനങ്ങൾക്ക് പകരമായി 1986 പിനാക സിസ്റ്റത്തിന്റെ വികസനം ആരംഭിച്ചു. കാർഗിൽ യുദ്ധകാലത്ത് പിനാക മികച്ച സേവനം നൽകി അവിടെ ശത്രുസ്ഥാനങ്ങൾ വിജയകരമായി നിർവീര്യമാക്കി. തടുത്തതും ഉയർന്നതുമായ പ്രദേശങ്ങളിൽ നുഴഞ്ഞു കയറ്റക്കാരെ വകവരുത്തിക്കൊണ്ട് പാകിസ്ഥാൻ സ്ഥാനങ്ങൾ ലക്ഷ്യമിടുന്നതിൽ ഇത് നിർണായക പങ്കുവഹിച്ചു. പാകിസ്ഥാൻ നുഴഞ്ഞു കയറ്റക്കാർക്കെതിരായ നമ്മുടെ ആക്രമണങ്ങളിൽ റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പിനാകയുടെ കഴിവ് അതൊരു ഗെയിം ചേഞ്ചറാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
അതിനുശേഷം ഇതിൻ്റെ നിർമ്മാണത്തിന് ഉത്തരവിട്ടുകൊണ്ട് ഇത് ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തി. പിനാക സിസ്റ്റത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യൻ സൈന്യത്തിന് വേഗത്തിലും സുസ്ഥിരമായും വ്യാപ്തിയുള്ള പ്രദേശങ്ങളിൽ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള കഴിവ് നൽകുക എന്നതാണ്. വ്യത്യസ്ത യുദ്ധ പരിതസ്ഥിതികളിൽ കൂടുതൽ ദൂരപരിധി, ഫയർ പവർ, മൊബിലിറ്റി എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ ആവശ്യം നിറവേറ്റുന്നതിനാണ് പിനാക രൂപകൽപ്പന ചെയ്തത്. ഇനി നമുക്ക് പിനാക സിസ്റ്റത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ ഘടകങ്ങൾ: ഒരു സമ്പൂർണ്ണ MBRL സിസ്റ്റത്തിന് 12 റോക്കറ്റുകളുള്ള 6 ലോഞ്ചർ വാഹനങ്ങൾ, 6 ലോഡർ റീപ്ലനിഷ്മെൻറ്റ് വാഹനങ്ങൾ, 6 റീപ്ലനിഷ്മെൻറ്റ് വാഹനങ്ങൾ, ഫയർ കൺട്രോൾ കമ്പ്യൂട്ടറുള്ള 2 കമാൻഡ് പോസ്റ്റ് വാഹനങ്ങൾ, ഇതിലൊന്ന് സ്റ്റാൻഡ് ബൈ, കാറ്റിനെക്കുറിച്ച് ഡേറ്റ നൽകുന്ന ഒരു റഡാർ എന്നിവ ഉൾപ്പെടുന്നു. ഇനി ശേഷികൾ: 6 ലോഞ്ചറുകളുടെ ഒരു ബാറ്ററിക്ക് 1000x800 മീറ്റർ വിസ്തീർണം നിർവീര്യമാക്കാൻ കഴിയും. കൂടാതെ 72 റോക്കറ്റുകളും 44 സെക്കൻഡിനുള്ളിൽ വിക്ഷേപിക്കാം. 1 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണം പാടെ ഇതിനെ ഇല്ലാതാക്കാൻ സാധിക്കും. ഓരോ ലോഞ്ചറിനും വ്യത്യസ്ത ദിശകളിലേക്ക് വെടിവെക്കാൻ കഴിയും. കൂടാതെ എല്ലാ റോക്കറ്റുകളും ഒരേ സമയമോ കുറച്ചെണ്ണമോ മാത്രം ഫയർ ചെയ്യാനുള്ള വഴക്കവുമുണ്ട്. മൊബിലിറ്റിക്കായി ഈ സിസ്റ്റം ഒരു ടാട്ര ട്രക്കിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ചെലവ്: പിനാക MBRL മറ്റ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് വില കുറഞ്ഞതാണെന്ന് പറയപ്പെടുന്നു. ഒരു സിസ്റ്റത്തിന് $2.3 കോടി, അതായത് $2,70,000 ചെലവാകും. എന്നാൽ 19.5 കോടി വിലയുണ്ട് ഒരു M270-ന്. പ്രവർത്തന രീതികൾ: ലോഞ്ചറിന് ഓട്ടോണമസ്, സ്റ്റാൻഡലോൺ, റിമോട്ട്, മാനുവൽ മോഡുകളിൽ പ്രവർത്തിക്കാൻ കഴിയും. വികസന ചരിത്രം: ഇന്ത്യൻ സൈന്യത്തിൻ്റെ ജനറൽ സ്റ്റാഫ് ക്വാളിറ്റേറ്റീവ് റിക്വയർമെൻറ്റ് 1986-ൽ പിനാകയുടെ വികസനം ആരംഭിച്ചു. 97 ആയപ്പോഴേക്കും വിജയകരമായ പരീക്ഷണങ്ങൾ നടത്തി. കർശനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. 2000 ആയപ്പോഴേക്കും ആദ്യത്തെ റെജിമെൻറ്റ് പ്രവർത്തനക്ഷമമായി. ഉൽപാദനം ക്രമാനുഗതമായി വർദ്ധിച്ചു. പ്രതിവർഷം ഏകദേശം 1000 റോക്കറ്റുകളുടെ നിർമ്മാണ ശേഷിയിലെത്തി. പിനാക സിസ്റ്റത്തിൻ്റെ ഉൽപാദനയിടങ്ങൾ ഒറീസയിലെ ചന്തയിലും ബദ്മാലിലുമുള്ള ഓർഡിനൻസ് ഫാക്ടറിയിലാണ്. ഇതിൻ്റെ വാർഹെഡ് വകഭേദങ്ങൾ: പിനാക റോക്കറ്റുകളിൽ വിവിധ തരം വാർഹെഡുകൾ സജ്ജീകരിക്കാം. പ്രീ ഫ്രാഗ്മെൻറ്റഡ് ഹൈ എക്സ്പ്ലോസീവ്, ആൻറ്റി ടാങ്ക് ബോംബ്ലെറ്റ്സ്, ആൻറ്റി പേഴ്സണൽ മൈൻസ്, ഇൻസെൻഡിയറി വാർഹെഡുകൾ. MBRLകളുടെ ഫലപ്രാപ്തി: വോളിയവും ഫയർ പവറും. MBRLകൾ വൻതോതിലുള്ള ഫയർ പവർ വേഗത്തിൽ നൽകുന്നതിനാൽ ഇത് വളരെ ഫലപ്രദമാണ്. ഈ സംവിധാനങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ ശത്രുക്കളുടെ പ്രവർത്തനത്തെ അപ്പാടെ തടസ്സപ്പെടുത്തുകയും ശത്രു നീക്കങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്നു. ഇത് ശത്രുക്കൾക്ക് പ്രത്യാക്രമണം നടത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ശത്രു പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക: MBRLകൾ ലോജിസ്റ്റിക്, സപ്ലൈ ഡിപ്പോകൾ, കമാൻഡ് സെൻ്ററുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്നു. അങ്ങനെ ശത്രുവിൻ്റെ വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുന്നു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ പരസ്പരം നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെയും മറ്റ് പ്രധാന അസറ്റുകളെയുമായിരുന്നു ലക്ഷ്യം വച്ചിരുന്നത്. കൃത്യതയുള്ള ആക്രമണങ്ങൾ: പിനാക MK2 പോലുള്ള ഗൈഡഡ് സിസ്റ്റങ്ങൾക്ക് തത്സമയ നിരീക്ഷണവും ഇൻ്റലിജൻസും ഉപയോഗിച്ച് കൃത്യമായ ടാർഗറ്റിംഗ് നടത്താൻ കഴിയും. വിലയേറിയ ക്രൂയിസ് മിസൈലുകളോ ബാലിസ്റ്റിക് മിസൈലുകളോ ഉപയോഗിക്കുന്നതിന് പകരം ഹൈ വാല്യൂ ടാർഗറ്റുകൾ ലക്ഷ്യമിടുന്നതിന് ഇത് ചെലവ് കുറഞ്ഞ മാർഗമാണ്. MBRL യൂണിറ്റുകളുടെ അതിജീവന ശേഷി: ശത്രുക്കൾക്ക് നേരെ ഫയർ ചെയ്യാനും ഞൊടിയിടയിൽ സ്ഥാനം മാറാനുമുള്ള കഴിവ് പിനാകയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ കൗണ്ടർ അറ്റാക്കിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനും സാധിക്കുന്നു. MBRLകളും പരമ്പരാഗത ആർട്ടിലറികളും. MBRLകളും ആർട്ടിലറികളും അവരുടെ സംയോജിത ഫയർ പവർ അഴിച്ചുവിടുമ്പോൾ ശത്രുവിനെ ഇല്ലാതാക്കുകയും അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നാശം ഉറപ്പാക്കുകയും ചെയ്യുന്നു. MBRLകളുടെ വേഗതയേറിയതും വലിയ തോതിലുള്ളതുമായ സാച്ചുറേഷൻ ബോംബിംഗ് തീവ്രമായ ഫയർ പവർ ഉപയോഗിച്ച് വിശാലമായ പ്രദേശങ്ങൾ തീ കൊണ്ട് മൂടുന്നു. വലിയ കാലിബർ ഗണ്ണുകൾ അല്ലെങ്കിൽ പീരങ്കികൾ ഉപയോഗിച്ചിട്ടുള്ള തുടർച്ചയായതും ശക്തവുമായ ഷെല്ലാക്രമണം ഇങ്ങനെ സുസ്ഥിരവും കൃത്യവും ലക്ഷ്യമുള്ളതുമായ ആക്രമണങ്ങൾ നടത്തുന്നു. പീരങ്കികൾ യുദ്ധത്തിൻ്റെ ദൈവമെന്ന് പണ്ട് ജോസഫ് സ്റ്റാലിൻ പറഞ്ഞത് വെറുതെ അല്ല. ഇനി പിനാകയുടെ വിവിധ വകഭേദങ്ങൾ.
MK1 ഇതിന് 37.5 കിലോമീറ്റർ ഉണ്ട്. MK1 എൻഹാൻസ്ഡ് ഇതിന് 45 കിലോമീറ്റർ പരിധിയുണ്ട്. MK2 60 കിലോമീറ്റർ. ഗൈഡഡ് പിനാക്ക ഇതിന് 75 കിലോമീറ്ററാണ്. ERR 122 ഇതിന് 40 കിലോമീറ്റർ. MK2ER 90 കിലോമീറ്ററാണ്. അതൊക്കെ ടെസ്റ്റിംഗ് ഫേസിലാണ്. മുകളിൽ പറഞ്ഞതും ടെസ്റ്റിംഗ് ഫേസിലാണ്. MK3 120 കിലോമീറ്റർ. ഇത് വികസന വഴിയിലാണ്. നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന് 10 റെജിമെൻറ്റുകളിലായി പിനാക്ക സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവ പാകിസ്ഥാനെയും ചൈനയും കേന്ദ്രീകരിച്ച് പടിഞ്ഞാറൻ വടക്കൻ മുന്നണികളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഭാവിയിൽ മൊത്തം 22 റെജിമെൻറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം പദ്ധതിയിടുന്നു. പിനാകയുടെ ഒരു ഗുണം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. ഇത് പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമായി ഇറക്കുമതിയെ ആശ്രയിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു. പിനാക ഗ്രാഡ് BM-21 പോലുള്ള പഴയ സിസ്റ്റങ്ങൾക്ക് പകരമായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ പീരങ്കി സേനയെ നവീകരിക്കുന്നു. പിനാക MBRL സിസ്റ്റത്തിൻ്റെ കയറ്റുമതി സാധ്യത അടുത്തിടെ വളർന്നു. പിനാക സിസ്റ്റത്തിനായി അർമേനിയ $265 മില്യൺ ഓർഡർ നൽകി. ഇത് ആദ്യത്തെ അന്താരാഷ്ട്ര വിൽപ്പനയാണ്. ഇന്തോനേഷ്യ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളും ചില തെക്ക് കിഴക്കൻ ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളും പിനാകയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഹിമാർസ് പോലുള്ള സിസ്റ്റങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ചെലവ് കുറഞ്ഞതാണ്. ഈ കയറ്റുമതികൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് പ്രധാന കാര്യം. ഇത്രയും സാങ്കേതിക മുന്നേറ്റം നടത്തിയ ഒരു രാജ്യമായ ഫ്രാൻസ് നമ്മുടെ പിനാക്ക സിസ്റ്റം വാങ്ങാൻ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ട്? സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പ്രതിരോധ സേനയെ നവീകരിക്കുന്നതിനുമായി ഇന്ത്യയുടെ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഏറ്റെടുക്കുന്നത് ഫ്രാൻസ് പരിഗണിക്കുന്നു. പിനാക സിസ്റ്റം വിലയിരുത്തുന്നുണ്ടെന്ന് ഒരു ഉന്നത ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഫ്രാൻസിൻ്റെ താല്പര്യത്തെക്കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങൾ. ഒരു MERL സിസ്റ്റത്തിൻ്റെ ആവശ്യകത. ഫ്രഞ്ച് സൈന്യത്തിന് പിനാക പോലുള്ള ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ആവശ്യമാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സമാന സംവിധാനങ്ങൾക്കൊപ്പം അവർ ഇത് വിലയിരുത്തുന്നു. മൂല്യനിർണ്ണയ ദൗത്യം. പിനാക ലോഞ്ചറും അതിൻ്റെ വെടിക്കോപ്പുകളും വിലയിരുത്തുന്നതിനായി ഫ്രാൻസിൽ നിന്നുള്ള ഒരു പ്രത്യേക ദൗത്യ സംഘം ഇന്ത്യ സന്ദർശിക്കും. നിലവിലെ സംവിധാനങ്ങൾ റിട്ടയർ ചെയ്തു. നിലവിലുള്ള M270 ലാൻസ് റോക്കറ്റ്സ് യൂണിറ്റ് എയർ LRU റോക്കറ്റ് സംവിധാനങ്ങൾ വിരമിക്കാൻ ഫ്രാൻസ് പദ്ധതിയിടുന്നു. ഈ സംവിധാനങ്ങളിൽ ചിലത് ഉക്രൈനെ സഹായിക്കാനായി കൊടുത്തിരുന്നു എന്നും പറയുന്നു. വളരുന്ന പ്രതിരോധ ബന്ധങ്ങൾ. ഫ്രാൻസിനും ഇന്ത്യക്കും ദീർഘകാലവും ശക്തവുമായ പ്രതിരോധ ബന്ധമുണ്ട്. ഫ്രാൻസ് ഇന്ത്യക്ക് റാഫേൽ യുദ്ധവിമാനങ്ങൾ, സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ തുടങ്ങിയ സൈനിക ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട്. പിനാകയുടെ കഴിവുകൾ. പിനാക സിസ്റ്റത്തിന് 75 കിലോമീറ്റർ വരെയുള്ള ദൂരമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. കൂടാതെ നിരവധി വകഭേദങ്ങളും ഇതിനുണ്ട്. ബങ്കറുകളും പീരങ്കി പോസ്റ്റുകളും ഉൾപ്പെടെയുള്ള ശത്രുസ്ഥാനങ്ങളെ ലക്ഷ്യം വെക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം. ഫ്രാൻസ് പിനാകയെ ഏറ്റെടുക്കാനുള്ള സാധ്യത ഇന്ത്യയുടെ മേക്കിംഗ് ഇന്ത്യ സംരംഭത്തിന് ഗണ്യമായ പ്രോത്സാഹനമായിരിക്കും. വൈവിധ്യം. കുഴിബോംബ് സ്ഥാപിക്കുന്നതിനായി സിസ്റ്റത്തിൻ്റെ വൈവിധ്യം വർദ്ധിപ്പിക്കാൻ പദ്ധതിയുണ്ട്. പിനാക ഇന്ത്യൻ സൈന്യത്തിന് എന്നും കരുത്താകട്ടെ. ഇനി ഈ പേരിലെ ഉത്ഭവം കൂടി പരിശോധിച്ചിട്ട് നമുക്ക് നിർത്താം. പിനാകം അഥവാ സ്പിനാക, സംസ്കൃതത്തിൽ പിനാക എന്നത് ഹിന്ദു ദേവനായ ശിവന്റെ വില്ലാണ്. ഇതിഹാസത്തിൽ ത്രിപുര എന്നറിയപ്പെടുന്ന മായാസുരന്റെ 3 നഗരങ്ങളെ നശിപ്പിക്കാൻ അദ്ദേഹം ത്രിപുരാന്തക അവതാരത്തിൽ ഈ വില്ല് ഉപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ശിവന്റെ വിശേഷണങ്ങളിലൊന്നായ പിനാകപാണിയുടെ ഉത്ഭവം ഈ ആയുധത്തിൽ നിന്നാണ്. അക്ഷരാർത്ഥത്തിൽ പിനാകയുടെ ഉടമ എന്നാണ് അർത്ഥമാക്കുന്നത്. വാൽമീകി രാമായണം അനുസരിച്ച് ദക്ഷന്റെ യജ്ഞം നശിപ്പിച്ചതിന് ശേഷം ശിവൻ പിനാകവില്ല് ദേവതകൾക്ക് സമ്മാനിച്ചു. പിന്നീട് ദേവതകൾ പിനാകവില്ല് മിഥില രാജ്യത്തിലെ രാജാവായ ദേവരഥ ജനകന് സുരക്ഷയ്ക്കായി കൈമാറി. ശ്രീധ്വജ ജനക രാജാവിൻ്റെ ഭരണകാലം വരെ ഇത് സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നു. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.